ഹലോ, പേൾ ഓഫ് പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കേരളത്തിൽ മൊത്തം 6 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. പക്ഷേ PSC 5 ദേശീയോദ്യാനങ്ങൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. 1 ദേശീയോദ്യാനമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ PSCയുടെ ഇതിൽ 5 ദേശീയോദ്യാനങ്ങളാണ്. PSCയുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 5 ദേശീയോദ്യാനങ്ങളാണ്. കേരളത്തിൽ ആകെ 5 ദേശീയോദ്യാനങ്ങളാണ് നാം പറഞ്ഞത്. അപ്പോൾ ഈ 6 ദേശീയോദ്യാനങ്ങൾ നമ്മളിപ്പോൾ പറയാം ഇവിടെ. അതിൽ 5 ദേശീയോദ്യാനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഒന്നാമത്തത് പെരിയാർ, രണ്ടാമത്തത് ഇരവികുളം, മൂന്നാമത്തത് സൈലന്റ് വാലി, നാലാമത്തത് ആനമുടിച്ചോല, അഞ്ചാമത്തത് മതികെട്ടാൻ ചോല, ആറാമത്തത് പാമ്പാടും ചോല. ഇതിൽ പെരിയാറിനെ PSCയിൽ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് 5 ദേശീയോദ്യാനങ്ങളെക്കുറിച്ച് നമുക്കിവിടെ പഠിക്കാം. ഒന്നാമത്തത് ഇരവികുളം ദേശീയോദ്യാനം. അപ്പോൾ 5 ദേശീയോദ്യാനങ്ങളിൽ ഒന്നാമത്തത് ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനത്തെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. അതുപോലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1978. ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1978. അതിന് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975. വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975. ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1978. അപ്പോൾ ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ ദേവികുളത്താണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നതും ഇടുക്കിയാണ്. ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 5 ദേശീയോദ്യാനത്തിൽ ഒരു സൈലന്റ് വാലി എന്ന ദേശീയോദ്യാനം മാത്രമേ പാലക്കാട് ജില്ലയിലുള്ളൂ. ബാക്കി 4 ദേശീയോദ്യാനവും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. അതുകൊണ്ട് ഇടുക്കി ജില്ലയെ ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നും കൂടി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നതും ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. അതുപോലെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്നത് വരയാടുകളാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്നത്. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ വിസ്തീർണം 97 ചതുരശ്ര കിലോമീറ്ററാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ വിസ്തീർണം 97 ചതുരശ്ര കിലോമീറ്ററാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ദേശീയോദ്യാനം കൂടിയാണ് ഇരവികുളം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ദേശീയോദ്യാനം കൂടിയാണ് ഇരവികുളം ദേശീയോദ്യാനം. അത് പറഞ്ഞു, വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. അതുപോലെ തന്നെ 2007 ബഫർ സോണായി പ്രഖ്യാപിച്ചു. ഇത്രയാണ് ഇരവികുളം ദേശീയോദ്യാനത്തെക്കുറിച്ചിട്ട് പറയുന്നത്. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. അതുപോലത്തെ ആദ്യത്തെ ദേശീയോദ്യാനവും ഇരവികുളം ദേശീയോദ്യാനമാണ്. 1978 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. 1978 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഇടുക്കി ജില്ലയിലെ ദേവികുളത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ ദേവികുളത്താണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. ആനമുടിച്ചോല, കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിച്ചോല സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നതും ഈ ദേശീയോദ്യാനത്തിലാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇത്രയൊക്കെയാണ് ഇരവികുളം ദേശീയോദ്യാനത്തെക്കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്തതാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം.
സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. അതുപോലെ കേരളത്തിലെ ഏക കന്യാവനം എന്നും നിത്യഹരിത വനം എന്നും ഏറ്റവും വലിയ മഴക്കാട് എന്നും സൈലന്റ് വാലിയെ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ ഏക കന്യാവനം എന്നും നിത്യഹരിത വനം എന്നും ഏറ്റവും വലിയ മഴക്കാട് എന്നും അറിയപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തെയാണ്. പശ്ചിമഘട്ടം, നീലഗിരി എന്നിവയുടെ ഭാഗമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. പശ്ചിമഘട്ടം, നീലഗിരി എന്നിവയുടെ ഭാഗമായി വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. ഈ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് പേര് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാരൻ്റെ സൈലന്റ് വാലി എന്ന പേര് ഈ ദേശീയോദ്യാനത്തിന് നിർദ്ദേശിച്ച ഒരു ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് റൈറ്റാണ് സൈലന്റ് വാലി എന്ന പേര് ഇത് നിർദ്ദേശിച്ചത്. എന്തുകൊണ്ടാണ് ഈ പേര് നിർദ്ദേശിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ ദേശീയോദ്യാനത്തിൽ ചീവീടിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതിനാലാണ് ആ പേര് ഇതിന് ലഭിച്ചത്. ചീവീടില്ലാത്തതിനാലാണ് ഈ സൈലന്റ് വാലി എന്ന പേര് ഇതിന് കിട്ടിയത്. അതുപോലെ സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകളെയാണ് കാണപ്പെടുന്നത്. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നത് സിംഹവാലൻ കുരങ്ങുകളെയാണ് സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകൾ അവിടെ ഉണ്ടാവാൻ കാരണം? വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ ഉണ്ടാവാൻ കാരണം. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലി സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ ഉണ്ടാവാൻ കാരണം. അതിൻ്റെ വിസ്തീർണം, സൈലന്റ് വാലിയുടെ വിസ്തീർണം എന്ന് പറയുന്നത് 89.52 ചതുരശ്ര കിലോമീറ്ററാണ്. സൈലന്റ് വാലിയുടെ വിസ്തീർണം 89.52 ചതുരശ്ര കിലോമീറ്ററാണ്. 89.52 ചതുരശ്ര കിലോമീറ്ററാണ്. അതുപോലെ 1984 ഇന്ദിരാഗാന്ധി ദേശീയ ഉദ്യാനമായത് ഇതിനെ പ്രഖ്യാപിച്ചു. 1984 ഇന്ദിരാഗാന്ധി ദേശീയ ഉദ്യാനമായി സൈലന്റ് വാലിയെ പ്രഖ്യാപിച്ചു. 1984. പക്ഷേ 1985 ആണ് രാജീവ് ഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 1985 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. 1984 ഇന്ദിരാഗാന്ധി ഇത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. 1984 ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. 1985 രാജീവ് ഗാന്ധി ഈ ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ 2007 ബഫർ സോണായി പ്രഖ്യാപിച്ചു. മഹാഭാരതത്തിൽ ഈ പ്രദേശം സൈരന്ധ്രി വനം എന്നാണ് അറിയപ്പെടുന്നത്. മഹാഭാരതത്തിൽ ഈ പ്രദേശത്തെ സൈരന്ധ്രി വനം എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. മഹാഭാരതത്തിൽ ഈ പ്രദേശത്തെ സൈരന്ധ്രി വനം എന്ന് അറിയപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് സിംഹവാലൻ കുരങ്ങുകളാണ് സൈലന്റ് വാലിയിൽ പ്രധാന ആകർഷണം. അതെന്തുകൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകൾ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യം കൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകൾ ഇവിടെ കാണപ്പെടുന്നത്. അതുപോലെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ഇത് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി എന്ന് പറയുമ്പോൾ തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ഇത് രണ്ടും മാറിപ്പോറേ. അതുപോലെ കേരളത്തിലെ ഏറ്റവും പരിശുദ്ധമായ നദി കുന്തിപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും പരിശുദ്ധമായ നദി കുന്തിപ്പുഴ. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം കൂടിയാണ് സൈലന്റ് വാലി. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ
ജൈവ വൈവിധ്യമുള്ളത് സൈലൻറ്റ് വാലിയിലാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ളത് സൈലൻറ്റ് വാലിയിലാണ്. അതുപോലെ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് സൈലൻറ്റ് വാലി എന്ന ഈ ദേശീയോദ്യാനത്തിനുള്ളത്. ഇത്രയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമായ സൈലൻറ്റ് വാലിയെക്കുറിച്ച് പറയാനുള്ളത്. ഒന്നുകൂടി പറയാം. ഒരിക്കൽ കൂടി പറയാം. സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിൻ്റെ വിസ്തീർണം 89.52 ചതുരശ്ര കിലോമീറ്റർ. 1984 ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. 1985 രാജീവ് ഗാന്ധി ഇത് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. കേരളത്തിലെ ഏറ്റവും പരിശുദ്ധമായ നദി കുന്തിപ്പുഴ. അതായത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. അതുപോലെ തന്നെ സിംഹവാലൻ കുരങ്ങുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് അതിന് കാരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് സൈലൻറ്റ് വാലിയെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ദേശീയോദ്യാനമാണ് ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ഇത് മൂന്നും വന്ന വർഷം എന്ന് വെച്ചാൽ 2003. 2003 ഇത് മൂന്നും വന്ന വർഷം. ഏറ്റവും ചെറുത് പാമ്പാടും ചോലയാണ്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഇത്രയാണ് ദേശീയോദ്യാനത്തെക്കുറിച്ചിട്ട് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയോ ദേശീയോദ്യാനത്തെക്കുറിച്ച് ഉള്ളൂ.